ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 80% കുട്ടികളും എക്സാമിന് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നോക്കണം. ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എക്സാം ഹാളിലേക്കുള്ള കാര്യങ്ങളും എക്സാമിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ വായിക്കുമല്ലോ. ആ വായിക്കുമ്പോൾ അതിൽ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്പോൾ കിട്ടില്ല, ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ തന്നെ പാനിക്കായിട്ട് അതുവരെ പഠിച്ചത് മുഴുവൻ മറന്നു പോകും. ഫർഗെറ്റിംഗ്, മുഴുവൻ മറന്നു പോകും. അങ്ങനെ പാനിക് ആകേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ പാനിക് ആകരുത്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുണ്ട്, നമുക്കത് എഴുതാൻ പറ്റും എന്നൊരു ധൈര്യം നമുക്ക് വേണം. ഫസ്റ്റ് അതാ ചെയ്യേണ്ടത്. പിന്നെ പിള്ളേർ ശ്രദ്ധിക്കാതെ പോകുന്നത് ടൈമാണ്. ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ എഴുതിപ്പോകും. അങ്ങനെ എഴുതിപ്പോയാൽ നമുക്ക് ഒരിക്കലും ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 1 മിനിറ്റിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. 1 മിനിറ്റിനുള്ളിൽ തന്നെ ആ ചെയ്ത് എഴുതി തീരണം. അതുപോലെ 8 മാർക്കിൻ്റെ ചോദ്യം വരുമ്പോൾ 15 മിനിറ്റിൽ അത് എഴുതി തീരണം. അല്ലെങ്കിൽ മാക്സിമം 20 മിനിറ്റ്. അതി കൂടുതൽ എടുക്കരുത്. അതി കൂടുതൽ എടുക്കുന്ന തോന്നിയാൽ അത് അവിടെ സ്ഥലം വിട്ടിട്ട് അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് എഴുതിക്കൊള്ളണം. ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ പിള്ളേർ എങ്ങനെ എഴുതി പോകും, ലാസ്റ്റ് ടൈം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. പിന്നത്തെ ഒരു പ്രശ്നമാണ്, ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, അറിയാൻ പാടില്ല, സ്കിപ്പ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, അതും അറിയാൻ പാടില്ല, സ്കിപ്പ് ചെയ്തു. മൂന്നാമത്തെ അറിയാം, അത് എഴുതി. പിന്നത്തെ അറിയാൻ പാടില്ല, സ്കിപ്പ് ചെയ്തു. സ്കിപ്പിംഗ് ഒരു ഓപ്ഷൻ അല്ല. അറിയില്ലെങ്കിലും ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. പിള്ളേർ അറ്റൻഡ് ചെയ്യില്ല, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അറ്റൻഡ് ചെയ്യണ്ട, അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നമുക്കവിടെ 0 മാർക്സ് എന്നുള്ളത് ഗ്യാരണ്ടീഡാണ് അല്ലേ, മാർക്ക് കിട്ടില്ല. അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ്, അതിൽ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ആവണമെന്നും കൂടിയില്ല. എന്തെങ്കിലും എഴുതി വെച്ച മക്കളെ 1 മാർക്കെങ്കിലും കിട്ടിയാൽ, അങ്ങനെ 4 ക്വസ്റ്റ്യൻ അറിയില്ല, എന്തെങ്കിലും എഴുതി വെച്ചാൽ 1 മാർക്ക് കിട്ടിയാൽ 4 മാർക്ക് അവിടെ കിട്ടിയില്ലേ. ഇതൊക്കെ നമ്മുടെ പാസ് മാർക്കിനെ ബാധിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഒരിക്കലും അറിയില്ലാത്ത ചോദ്യം സ്കിപ്പ് ചെയ്യരുത്, എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. പിന്നെ അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും ഓർഡറിൽ എഴുതാൻ യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. പ്രസൻറ്റേഷൻ ഈസ് ദ കീ ആണ്. എന്തെങ്കിലും വാരിപ്പോൾ ഞാൻ തന്നെ എഴുതിയേക്കുന്നു നോക്കിയേ, ഇതിപ്പോൾ നോക്കിയിട്ട് ആർക്കെങ്കിലും നല്ലൊരു മാർക്ക് ഇടാൻ തോന്നുമോ? ഇല്ല. നല്ല അടിപൊളിയായിട്ട് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യണം. പറ്റുമെങ്കിൽ ഒരു ബോക്സൊക്കെ വരച്ച് ഡിഫറൻസ് ഒക്കെ ചോദിക്കുമ്പോഴേ 2 ബോക്സ് വരച്ചിട്ട് ഹെഡിങ് കൊടുത്ത് 2 ഡിഫറൻസ് ഇങ്ങനെയൊക്കെ എഴുതാം. വളരെ പ്രധാനപ്പെട്ട പ്രസൻറ്റേഷൻ. ഹെഡിങ് അണ്ടർലൈൻ ചെയ്യുക, പോയിൻറ്റ്സിന് ബുള്ളറ്റ് മാർക്സ് കൊടുക്കുക, അല്ലെങ്കിൽ 1 2 3 എന്ന നമ്പർ കൊടുക്കുക, അത് അണ്ടർലൈൻ ചെയ്യുക. അങ്ങനെ ചെയ്യണം. പ്രസൻറ്റേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും ചെയ്യാതെയാണ് നിങ്ങൾ ഇത്രയും നാൾ ആൻസർ എഴുതിക്കൊണ്ടിരുന്നതെന്ന് വിചാരിക്കാം. ഇത്തവണ ക്രിസ്മസ് എക്സാമിന് മാത്രം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയേ, ഷുവറാണ്. നിങ്ങൾ എന്നിട്ട് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് വന്നൊന്ന് പറയണം നിങ്ങളുടെ മാർക്ക് കൂടി കിട്ടിയോ എന്നുള്ളത്. എന്തായാലും കിട്ടും. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എന്തായാലും നിങ്ങളുടെ മാർക്കിൽ ചേഞ്ച് ഉണ്ടാക്കും കേട്ടോ. അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങളത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര പേർക്ക് ഹെൽപ്ഫുൾ ആയെന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറഞ്ഞു. ഹെൽപ്ഫുൾ ആയവരൊക്കെ അതൊന്ന് ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. താങ്ക് യു.